നീരാളി കഴിച്ചിട്ടുണ്ടോ? എന്നാൽ നീരാളിയുടെ എല്ലാ വിഭവങ്ങളും കിട്ടുന്ന ഒരു കട നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് കലൂരിലുള്ള ഒക്ടോബസ് കഫേയിലാണ്. ഞങ്ങൾ ഭാഗ്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ നീരാളിയുടെ ഒരു ഡിഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം തീർന്നിരുന്നു. പിന്നെ അവിടുത്തെ പോർക്ക് പ്ലാറ്ററാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ കാണുന്ന ഐറ്റം കൊണ്ടുവച്ചതും കണ്ട് അത് കാലിയായതും വളരെ പെട്ടെന്നായിരുന്നു. നമ്മുടെ ചേട്ടന്മാരാണ് കേട്ടോ ഇത് കാലിയാക്കിയത്. ഈ കടയിലെ പോർക്കിൻ്റെ ഐറ്റംസും ഫേമസ് ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ പറഞ്ഞ ഐറ്റംസ് ഇതാ ഞങ്ങളുടെ മുമ്പിൽ. അപ്പോൾ ഈ പ്ലാറ്ററിൽ വരുന്നത് പോർക്ക് അൽഫാം, പോർക്ക് വരട്ടിയത്, പോർക്ക് കൊണ്ടാട്ടം, പാൽക്കപ്പ, പോർക്ക് കറി, പിന്നെ എക്സ്ട്രാ ഒരു നീരാളി റോസ്റ്റ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്ലാറ്ററിൽ അൽഫാമിന് പകരം നമുക്ക് BBQ ഉണ്ട് കേട്ടോ. നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചൂസ് ചെയ്യാം. ഞങ്ങൾ 4 പേരും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നീരാളി ട്രൈ ചെയ്യുന്നത്. ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നീരാളി. പിന്നെ ഈ കാണുന്ന പോർക്ക് അൽഫാം ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് ആണ് കേട്ടോ പാൽക്കപ്പ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പോർക്ക് കറി ആയിരുന്നു, അതും നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ. പോർക്ക് കറി നല്ല സ്പൈസി ആണ് കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് എരിഞ്ഞ് കണ്ണ് നിറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. 4 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ പ്ലാറ്ററിൽ. നീരാളി കഴിക്കാൻ വന്ന ഞങ്ങൾ പോർക്കിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ കൂടുതലും കഴിച്ചത്. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് കേട്ടോ ഗതി. കഴിക്കാൻ ഉദ്ദേശിച്ച് വരുന്ന സാധനം അവിടെ കാണില്ല, ഭാഗ്യമുള്ള പിള്ളേരാണേ. പോർക്ക് കറിക്ക് നല്ല ഏരിയ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഏരിയ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഓരോരോ ലൈം ജ്യൂസും കൂടെ കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പ്ലേറ്റ് എല്ലാം കാലിയാക്കി. ഇത്രയും ഫുഡിനൂടെ നമുക്കായത് 2029 രൂപയാണ് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് JLN സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.